ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ സ്വന്തം സ്വത്ത് സമ്പാദിക്കാനുള്ള വഴികളാക്കി തീർത്തത് ദീർഘകാലത്തെ കോൺഗ്രസ് ഭരണമാണ്. കോൺഗ്രസിനോട് ചേർന്നപ്പോൾ മുസ്ലിം ലീഗും ആ നിലയിൽ തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്. രണ്ട് പാർട്ടിയുടെയും സാധാരണ പ്രവർത്തകർ തൊട്ട് ഉന്നത നേതാക്കൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും എത്ര ബീഭത്സമായ മുഖമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവര് പ്രതിപക്ഷത്തിരുന്നിട്ട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ഭരണവും കൂടി കിട്ടിയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഈ നാട് വല്ലതും ബാക്കിയുണ്ടാകുമായിരുന്നു. എത്ര അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോവുകയാണ്. നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാവാണ് മസൂദ്. അടൂർ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റാണ്. അതിന്റെ പ്രസിഡന്റ് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പ്രസിഡന്റും ഈ മസൂദ് അതിന്റെ ഡയറക്ടറുമാണ്. അദ്ദേഹത്തിന്റെ കൈവശത്ത് നിന്ന് 123 കിലോ കഞ്ചാവാണ് പിടിച്ചത്. ആർക്ക് കൊടുക്കാനാ? എവിടെ കൊണ്ടുപോയി കൊടുക്കാനാ? അവിടെ നിങ്ങൾ കാണേണ്ടത്, അവിടെ അടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഉണ്ട്. ആ അടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിനകത്ത് SPC സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് അതുപോലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. അത് ഈ മസൂദിന്റെ നേതൃത്വത്തിൽ ചില ലീഗുകാർ ഇടപെട്ടാണ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ആ സ്കൂളിൽ പ്രവർത്തിക്കുന്നത് തടഞ്ഞത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം സംവിധാനങ്ങളെ ഈ ഉദുമയിലെ ലീഗ് മണ്ഡലം നേതാവായിട്ടുള്ള അവിടുത്തെ കോൺഗ്രസും ലീഗും ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ ഡയറക്ടറായ അവിടുത്തെ പ്രാദേശിക ലീഗ് നേതാവായ മസൂദിന്റെ നേതൃത്വത്തിൽ സ്കൂളിനകത്തെ SPCയുടേതുപോലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞത്. ഇവരുടെ കഞ്ചാവ് കച്ചവടം നടക്കണം. അപ്പൊ സ്കൂൾ കുട്ടികളെ പോലും ലക്ഷ്യം വെച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് എത്തുന്നു. ഒരു സാധാരണ അനുഭാവിയോ പ്രവർത്തകനോ അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരവസ്ഥയാണിത്.